Okay, so next topic is mechanical vibration. Module 5 ടോപ്പിക്കാണ് മെക്കാനിക്കൽ വൈബ്രേഷൻ. ഞാനതിൽ മെയിനായിട്ട് ബ്രീഫ് ചെയ്ത് നോട്ടാണ് ഈ പറയാൻ പോണത്, ഓരോ ടോപ്പിക്സും എന്താണ്. സോ മെക്കാനിക്കൽ വൈബ്രേഷൻ എന്ന് പറയുന്നത് മെക്കാനിക്കൽ സിസ്റ്റംസിൽ ഉണ്ടാവുന്ന വൈബ്രേഷൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. മെക്കാനിക്കൽ സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ മാസ് സ്പ്രിങ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു സിമ്പിൾ പെൻഡുലം. ഓക്കെ, സോ ബേസിക്കായിട്ട് ഒരു മെക്കാനിക്കൽ വൈബ്രേറ്റിംഗ് സിസ്റ്റത്തിൽ 3 എലമെൻറ്റ്സ് ആണ് ഉണ്ടാവുക. One is inertial element, second one is compliance element, and the third one is damping element. So inertial element എന്ന് പറയുന്നത് ആ ഒരു സിസ്റ്റത്തിലത്തെ മാസിനെയാണ് ഉദ്ദേശിക്കുന്നത്, inertial element. Okay, so it will contribute to the second law of motion, that is F is equal to ma. ഇനി സെക്കൻഡ് എലമെൻ്റ് എന്ന് പറയുന്നത് കംപ്ലയൻസ് എലമെൻറ്റ്. കംപ്ലയൻസ് എലമെൻറ്റ് ഉദ്ദേശിക്കുന്നത് സ്പ്രിങ് ആണ്. ദാറ്റ് ഇസ് സ്പ്രിങ് കൊണ്ട് ആ മാസിലുണ്ടാവുന്ന ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അതാണ് കംപ്ലയൻസ് എലമെൻറ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ഇസ് ഡാമ്പിങ് എലമെൻറ്റ്. ഡാമ്പിങ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മാസ് സ്പ്രിങ് സിസ്റ്റത്തിൽ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ സ്പ്രിങ് കാരണം അവിടെ വൈബ്രേഷൻസ് ഫോം ചെയ്യും. ഈ വൈബ്രേഷൻസ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡാമ്പിങ് എലമെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ ഡാമ്പിങ് എലമെൻറ്റ് എന്ത് ചെയ്യും? ഉള്ള വൈബ്രേഷൻസിനെ കുറച്ച് അതിൻ്റെ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്, അത് വെച്ചാൽ ഇനീഷ്യലി എന്തായിരുന്നു സ്റ്റേറ്റ് വരുന്നത് ആ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാനാണ് ഡാമ്പിങ് എലമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ബേസിക്കായിട്ട് ഒരു മെക്കാനിക്കൽ വൈബ്രേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. മാസ് ഉണ്ടാവും, സ്പ്രിങ് ഉണ്ടാവും, ചില കേസസിൽ ഡാമ്പേഴ്സ് ഉണ്ടാവും. ഇനി നമുക്ക് വൈബ്രേഷൻസിനെ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, മെക്കാനിക്കൽ വൈബ്രേഷൻസിനെ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും: ലോഞ്ചിറ്റ്യൂഡിനൽ, ട്രാൻസ്വേഴ്സ് ആൻഡ് ടോർഷണൽ വൈബ്രേഷൻസ്. ഓക്കെ, സോ ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ ഫിഗർ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ. ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ എന്ന് വെച്ചാൽ ഏത് ആക്സസ് ആണോ ആ ഒരു ബോഡി ഉള്ളത് ആ ആക്സസിൻ്റെ പാരലൽ ഡയറക്ഷനിലാണ് മൂവ്മെൻറ്റ് വരണതെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് നോൺ ആസ് ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ. ഓക്കെ, സോ ഇതൊരു ഷാഫ്റ്റാണ്. ഈ ഷാഫ്റ്റിൻ്റെ ആക്സസിൻ്റെ പാരലൽ ഡയറക്ഷനിൽ ദർ വിൽ ബി എ മോഷൻ. ദർ വിൽ ബി എ ടു ആൻഡ് ഫ്രോ മോഷൻ. ഇറ്റ് ഇസ് നോൺ ആസ് ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ. സെക്കൻഡ് വൺ ഇസ് ദാറ്റ് ഇസ് ഫിഗർ ബി. ഇറ്റ് ഇസ് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ. ദാറ്റ് ഇസ് ഷാഫ്റ്റിൻ്റെ ആക്സസിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും അതിൻ്റെ മോഷൻ വരുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് നോൺ ആസ് ട്രാൻസ്വേഴ്സ് vibration. And the third one is torsional vibration. Torsion എന്ന് വെച്ചാൽ റൊട്ടേഷൻ ആണ്. ഓക്കെ, the body will rotate about the axis. ഒരു സർക്കുലർ മൂവ്മെൻ്റ് ആണ് ഉണ്ടാവുക. ആൻഡ് ദാറ്റ് വൈബ്രേഷൻ ഇസ് നോൺ ആസ് ടോർഷണൽ വൈബ്രേഷൻ. ഇനി പറഞ്ഞ 2 types ഓഫ് വൈബ്രേഷൻ ആണ്: ഫ്രീ വൈബ്രേഷൻ ആൻഡ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഓക്കെ, സോ ഫ്രീ വൈബ്രേഷൻ എന്ന് പറയുന്നത് ഒരു ബോഡി വൈബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനീഷ്യലി നമ്മളൊരു ഫോഴ്സ് കൊടുക്കണം. ഫോഴ്സ് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ ആ ബോഡി തന്നെ വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ, അതിനെയാണ് ഫ്രീ വൈബ്രേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇനീഷ്യലി ഒരു ഫോഴ്സ് കൊടുത്ത് റിമൂവ് ചെയ്തു, ബട്ട് സ്റ്റിൽ ദ ബോഡി വിൽ ബി വൈബ്രേറ്റിംഗ്. ദാറ്റ് ഈസ് നോൺ ആസ് ഫ്രീ വൈബ്രേഷൻ. ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫോഴ്സ് കൊടുത്തിട്ട് ആ ബോഡീനെ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് നോൺ ആസ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. നെക്സ്റ്റ് ടേം ടു സ്റ്റഡി ഈസ് പീരിയഡ് ഓഫ് വൈബ്രേഷൻ. ഓക്കെ, പീരിയഡ് എന്ന് പറയുന്നത് ടൈം ടേക്കൺ. വൈബ്രേഷൻ ഉണ്ടാവുന്ന ടൈം ടേക്കൺ ആണ് പീരിയഡ് ഓഫ് വൈബ്രേഷൻ. ഇറ്റ് ഈസ് ദി ടൈം ഇൻ്റർവെൽ ആഫ്റ്റർ വിച്ച് ദ മോഷൻ ഇസ് റിപ്പീറ്റഡ് ഇറ്റ് സെൽഫ്. ഓക്കെ, ഇനി ദ മോഷൻ കംപ്ലീറ്റഡ് ഇൻ 1 ടൈം പീരിയഡ് ഇസ് നോൺ ആസ് സൈക്കിൾ. ഒരു ടൈം പീരിയഡിൽ മോഷൻ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സൈക്കിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ യൂണിറ്റ് ടൈം. ഇപ്പോൾ യൂണിറ്റ് ടൈം പീരീഡിൽ എത്രയാണോ സൈക്കിൾസ് അവിടെ ഫോം ചെയ്യണത് അതിനെയാണ് ഫ്രീക്വൻസി എന്ന് പറയുക. ഫ്രീക്വൻസി മെഷർ ചെയ്യണത് ഇറ്റ് ക്യാൻ ബി മെഷർഡ് ഇൻ ഹെർട്സ് അല്ലെങ്കിൽ സൈക്കിൾസ് പെർ സെക്കൻഡ്. ആൻഡ് ഫ്രീക്വൻസി ഓഫ് ഫ്രീ വൈബ്രേഷൻ ഇസ് നോൺ ആസ് നാച്ചുറൽ ഫ്രീക്വൻസി. ഓക്കെ, സോ ടൈം പീരീഡ് തന്നിട്ടുണ്ടെങ്കിൽ ആൻഡ് ദ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ടൈം പീരീഡ് ഇസ് ടി പി ആൻഡ് ഫ്രീക്വൻസി ഈസ് എഫ്. ദെൻ വി ക്യാൻ റൈറ്റ് എഫ് ഇസ് ഈക്വൽ ടു 1/TP. നെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഡാമ്പിങ്ങിനെ പറ്റിയിട്ടാണ്. നമ്മൾ ഡാമ്പിങ് യൂസ് ചെയ്യുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ. ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എത്രയാണോ ഡിസ്പ്ലേസ്മെൻറ്റ് അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷനെ റെഡ്യൂസ് ചെയ്യണതാണ് ഈ ഡാമ്പിങ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടേം ഇസ് സ്റ്റിഫ്നെസ് ഓഫ് സ്പ്രിങ്. സ്റ്റിഫ്നെസ് ഓഫ് സ്പ്രിങ് എന്ന് പറയുന്നത്
ആദ്യം തന്നെ സ്പ്രിംഗ് ഫോഴ്സ് എന്താണെന്ന് നോക്കാം. സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്യുകയാണെങ്കിൽ ആ കംപ്രഷൻ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്രിങ് ഒരു ഫോഴ്സ് കൊടുക്കും. ഓക്കെ, നമ്മളൊരു സ്പ്രിങ്ങിനെ പിടിച്ച് അമർത്തി കംപ്രസ് ചെയ്ത് ആ കംപ്രഷനെ ഒപ്പോസ് ചെയ്തിട്ടൊരു ഫോഴ്സ് അതിലുണ്ടാവും. ആ ഫോഴ്സ് വരുന്നത് എന്തിനാണ്? ആ സ്പ്രിങ്ങിന് അതിൻ്റെ ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു ഫോഴ്സിനെയാണ് സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയണത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എത്രയാണോ കംപ്രഷൻ കൊടുക്കുന്നത് അല്ലെങ്കിൽ എത്രയാണോ ആ ബോഡിക്ക് ആ സ്പ്രിങ്ങിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്നത് അതിന് പ്രൊപ്പോർഷണലായിരിക്കും അതിൻ്റെ ഒപ്പോസിങ് ഫോഴ്സ് വരാം. സോ വി ക്യാൻ റൈറ്റ് FS, that is spring force is proportional to the displacement X. ഈ പ്രൊപ്പോർഷണാലിറ്റി കളയാൻ ഞാനൊരു കോൺസ്റ്റൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ആ കോൺസ്റ്റൻ്റ് ആണ് K, സ്മോൾ k എന്ന് പറയുന്നതാണ് സ്റ്റിഫ്നെസ്. ഓക്കെ, സോ നമ്മുടെ സ്റ്റിഫ്നെസ്സിൻ്റെ ഇക്വേഷൻ ഇറ്റ് ഇസ് FS into KX. So stiffness can be defined as the unit displacement required. Okay, that is force required to produce unit displacement. അതാണ് സ്റ്റിഫ്നെസ്.